ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മുടെ രവീന്ദ്രനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. വർഷ കാരണമാണ് ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത്. നമ്മുടെ വർഷ ആ ഒരു സ്പ്രേ അടിച്ചു. അത് ചിലവർക്ക് അലർജിയാണ്, ചിലർക്കെന്ന് പറഞ്ഞാൽ ഒന്നാമത് അസുഖമൊക്കെ വന്നിട്ട് ഇരിക്കുകയാണല്ലോ നമ്മുടെ രവീന്ദ്രന്. അപ്പം പ്രത്യേകിച്ച് അലർജിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വർഷനെ ചട്ടിയിലിട്ട് വാർത്തു കോരി സച്ചിയും ശ്രീകാന്തും ഒക്കെ ചേർന്ന് എന്നിട്ട് വർഷ റൂമിൽ പോയി. പിന്നെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കാണുന്നത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എപ്പോഴും നീ രേവതിനെ കുറ്റം വെക്കാതെ, നീ എന്തിനാ രേവതിനെ കുറ്റം വെക്കുന്നത്? അവള് ഒരു നല്ല കാര്യം ചെയ്തിട്ട് നീ അവളെ വേണ്ട അഭിനന്ദിക്കണ്ട, നീ വേറെ ഒന്നും ചെയ്യണ്ട, കുറ്റപ്പെടുത്താതെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി നാളെ നമ്മൾ നേരിട്ട് ഒരു സീനിലേക്കാണ് പോകുന്നത്, നമ്മുടെ വർഷയുടെ ശ്രീകാന്തിന്റെ. വർഷയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായല്ലോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാനേഴ്സ് ഇല്ല. ആ സച്ചിയേട്ടൻ എങ്ങനെയാണോ ആ ഒരു സ്വഭാവം തന്നെയാണ് നിങ്ങൾക്ക്, ചേട്ടനും അനിയനും ആണല്ലോ, എങ്കിലും നിങ്ങൾ സുധിയേട്ടനെ കണ്ടു പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് വർഷ, നീ തെറ്റ് ചെയ്തിട്ട് നീ അത് മറച്ചു വെക്കണ എന്തിനാ? നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് അംഗീകരിക്കത്തില്ലേ? ഞാനാ ഇത് ചെയ്തെങ്കിൽ ഞാൻ അംഗീകരിച്ചേനെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ശ്രീകാന്തെ പറയുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യുന്നതിന് തെറ്റാന്ന് പറയും. ഇത് അറിയാതെ ചെയ്തൊരു അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ പോരെ, അല്ലാതെ ഇത് തെറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിനാ? അബദ്ധമെങ്കിൽ അബദ്ധം, നീ ചെയ്തല്ലോ, ആ അബദ്ധം അടി തെറ്റായി പോയത്. വീണ്ടും ശ്രീകാന്ത് തെറ്റെന്ന് പറയുന്നു. ഇത് തെറ്റല്ല, എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായ അബദ്ധം. അറിവില്ലായ്മ? എടി, നിനക്ക് എന്താടി അറിവില്ലായ്മ ഇത്രയ്ക്കും ഉണ്ടാകുന്നത്? അതെ, നീ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ? ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റും അല്ല, ഡബ്ബിങ് ആർട്ടിസ്റ്റും ആണ്. അതുപോലെ തന്നെ നീ എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ MBBS ഒന്നും എടുത്തല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ. ഇനി മാനേഴ്സ് ഉള്ളവർക്ക് MBBS എടുക്കട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനാ. എൻ്റെ പൊന്ന് ശ്രീകാന്ത് ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തു, ഇനി മിണ്ടിപ്പോകരുത് ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് പോയി മാറിയിരുന്നു. അപ്പൊ ശ്രീകാന്ത് പതുക്കെ അപ്പുറത്തേക്ക് പോയിരുന്നു കേട്ടോ. അപ്പുറത്തേക്ക് പോയിരുന്നിട്ട്, തെറ്റ് ചെയ്താൽ ശിക്ഷ വേണമല്ലോ, എന്നാ പിന്നെ ഞാൻ നിനക്കിട്ട് ഒന്ന് അടിക്കാന്നൊക്കെ പറഞ്ഞ് ഒരു പില്ലോ എടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഇരുന്ന വേറെ എന്തോ ഒരു സംഭവം എടുത്ത് ബാറ്റോ കൊതുകിനെക്കുറിച്ച് മാറ്റാന്ന് തോന്നുന്നു, അതങ്ങാണ്ട് എടുത്തോണ്ട് ഇങ്ങനെ വർഷ എന്നെ തൊട്ട് പോയിട്ടുണ്ടല്ലോ, ഇത് വെച്ച് ഞാൻ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞു. തലമണ്ട അടിച്ചു പൊട്ടിക്കോ? എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. എന്നാ പിന്നെ നീയാണോ ഞാനാണോ ആദ്യം അടിച്ചു പൊട്ടിക്കുന്നതെന്ന് അറിയാന്ന് പറഞ്ഞു. അതെ, ശ്രീകാന്തിന്റെ കയ്യിൽ പില്ലോ അല്ലേ ഇരിക്കുന്നേ, എൻ്റെ കയ്യിൽ ബാറ്റാ ഇരിക്കുന്നത്. ഇത് വെച്ച് ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ, എന്നെ തൊട്ടാല് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ നിൽക്കുക. ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് ആ പില്ലോ അങ്ങ് താഴെ ഇട്ടു. അപ്പം വർഷ പിന്നെ അവിടെ ഇരുന്നു. പിന്നെ പതുക്കെ നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്തു, വർഷനെ പോയി ഇങ്ങനെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷം മാറുന്നുണ്ടോന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഗമയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പതുക്കെ പിടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വർഷം അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു പ്രശ്നം അങ്ങ് തീർന്നു. അപ്പൊ ആ ഒരു സീനാണ്. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛമ്മ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രന് കുറച്ച് വയ്യായികയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രേവതി പൂക്കടയിലേക്ക് എപ്പോഴും ഒന്നും പോകുന്നൊന്നുമില്ല, രവീന്ദ്രന്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോഴാണ് അച്ഛമ്മയുടെ കോള് വരുന്നത്. അപ്പൊ രവീന്ദ്രന്റെ ഫോൺ കണ്ട ഉടനെ തന്നെ നമ്മുടെ രേവതി പോയി എടുത്തിട്ട് അച്ഛമ്മയാന്ന് അറിഞ്ഞപ്പം സംസാരിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി സംസാരിച്ചു. അപ്പൊ മോളെ എന്നാക്കുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി അറിയാതെ പറയാൻ തുടങ്ങി കേട്ടോ, അത് പിന്നെ അച്ഛനെ എന്ന്. ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ മിണ്ടരുതെന്ന് രവീന്ദ്രൻ കാണിച്ചു. അപ്പൊ ഞാൻ ഈ സീൻ കൂടുതൽ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ഇന്നലെ കണ്ടവരും കേട്ടവരൊക്കെ കാണുമല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വന്നില്ല, നാളെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി വരുന്നു. സച്ചി വന്നിട്ട് ഫോൺ മേടിക്കുന്നു. ഫോൺ മേടിച്ചിട്ട് ആ ഒരു പ്രശ്നം അങ്ങ് ഡീൽ ചെയ്യുക. അച്ഛമ്മേനെ അറിയിക്കാതെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ അസുഖം കൊണ്ടൊന്നും അറിയിക്കാതെ അങ്ങ് ഡീൽ ചെയ്തങ്ങ് വിടുക. പക്ഷെ അച്ഛമ്മ അതിന്റെ പുറത്ത് പറയുന്നുണ്ട്, നീ നല്ലൊരു കാര്യം ചെയ്തല്ലോ, താലി മേടിച്ചു കൊടുത്തല്ലോ, നല്ല കാര്യം മോനെ, നീ മിടുക്കനാണ്, നീ ഇപ്പോഴാണ് എൻ്റെ കൊച്ചുമോനായത്, ഏതായാലും നീ കൊള്ളാം, സൂപ്പറാ. പിന്നെ നിന്റെ കല്യാണ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു, അത് പിന്നെ രേവതിയുടെ ഐഡിയ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞപ്പം രേവതിയുടെ ഐഡിയ എന്ന് എനിക്ക് മനസ്സിലായി. രേവതിയുടെ ഐഡിയ ആണല്ലോ ഇങ്ങനെ മിന്നി തിളങ്ങുള്ളൂ. ഏതായാലും എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ഫോട്ടോയും കൂടെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നൊക്കെ സച്ചി പറയുക. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അന്ന്
പൊങ്കലിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ഹാർട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നല്ലോ. ഹാർട്ട് പിടിച്ചിട്ടല്ല, കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് ഹാർട്ടിന്റെ രീതി വെച്ചിട്ട് എല്ലാവരും കൂടെ എടുത്ത ഫോട്ടോയും കൂടെ എന്നാൽ പിന്നെ ഫ്രെയിം ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി എങ്ങോട്ടേക്ക് പോകുന്നത്, സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, അതെ എൻ്റെ കല്യാണ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. കല്യാണ ഫോട്ടോയോ? ഞാൻ രണ്ടാമതൊന്നും കൂടെ കെട്ടിയെന്ന് പറഞ്ഞു. എടാ നീ രണ്ടാമത് കെട്ടിയോ? അപ്പൊ ആദ്യത്തെ കെട്ടിയോളോ? എടാ ആദ്യത്തെ കെട്ടിയോളെ തന്നെയാടാ ഞാൻ രണ്ടാമത് കെട്ടിയത്. പേടിച്ചു പോയല്ലോടാ സച്ചി എന്നിങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഏതായാലും ഒരു ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്ത് തരണം, 2 ഫോട്ടോ ഉണ്ട്, ഇത് രണ്ടും ഫ്രെയിം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചെയ്യാലോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കൊടുക്കണം. ആ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫോട്ടോയിൽ എത്തിയിരിക്കുന്ന ശരത്തിനെ ആ പുള്ളിക്കാരൻ നല്ല പരിചയം. അങ്ങനെ പുള്ളിക്കാരൻ ചോദിച്ചു, അല്ല ഈ ഇരിക്കുന്ന ആരാടാ ഈ ഫോട്ടോയ്ക്കകത്ത്? ഇതാരാ നിന്റെ ഈ രേവതിയുടെ അടുത്തിരിക്കുന്ന? അത് പിന്നെ എൻ്റെ അളിയൻ. നിന്റെ അളിയനോ? ഇത് രേവതിയുടെ ആങ്ങളെയാന്നേ. രേവതിയുടെ ആങ്ങളെയോ? നീ നിന്നെ, ഞാനേ ഒരു കാര്യം കാണിക്കാം എന്നും പറഞ്ഞ് ഒരു വീഡിയോ കാണിക്കുകയാണ്, നമ്മുടെ ചന്ദ്രയുടെ മാല പൊട്ടിക്കുന്ന വീഡിയോ. അപ്പൊ ഈ CCTV ദൃശ്യങ്ങൾ, അവിടെ എന്തോ ഒരു കള്ളത്തരം, എന്തോ സംഭവം ഉണ്ടായി ആ ഒരു റോഡില്. അപ്പം ഈ പോലീസുകാരൻ കണ്ട് CCTV ഫുട്ടേജ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സംഭവം എടുക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് CCTVയുടെ ഫുട്ടേജ് കൊണ്ട് കൊടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു എന്താ പറയാ, സ്റ്റുഡിയോയിലെ ആള് ഇതെല്ലാം ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഇതിനകത്ത് നമ്മുടെ ചന്ദ്രയുടെ പൈസ പണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു CCTV ഫുട്ടേജും ഈ CCTV ഫുട്ടേജും ഒന്നാണ്. അപ്പം പോലീസുകാർക്ക് ആവശ്യമുള്ള പോലീസുകാരെടുത്തു. അപ്പം ബാക്കി ഇവരുടെ ഇതിലിങ്ങനെ കിടക്കൂലോ, അവർക്ക് കൊടുത്തു. ബാക്കി ഇവരിങ്ങനെ സേവ് ചെയ്തെങ്ങാണ്ട് ഇട്ടേക്കാണ്, കളയാനൊന്നും പോയില്ല. അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് അയാൾ പറഞ്ഞത് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ പെട്ടെന്ന് അയാൾ ആ ഒരു ഫുട്ടേജ് പിന്നെയും എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, ഈ ഫോട്ടോയിലെ ശരത്തും അന്ന് മാല പൊട്ടിച്ച ആ ആളും ഹെൽമറ്റ് വെച്ചിട്ട് വന്ന ആ ആളും ഒന്ന് തന്നെയാണ്. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നാണ് മോഷ്ടിക്കുന്നത്. അപ്പൊ സച്ചു പറഞ്ഞു, ഇതെന്റെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞു. നിന്റെ അമ്മയാണോ ഇത് എന്ന് അയാൾ ചോദിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് തന്നെയാണ് ഹെൽമറ്റ് ഊരി മാറ്റുന്നത് നമ്മുടെ സച്ചിയും കാണുന്നത്. അപ്പൊ സച്ചി പറഞ്ഞു, ശരിയാണല്ലോ, ഇതെന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അന്ന് മോഷണം പോയതാ. അപ്പൊ ഇത് ശരത്താണ് മോഷ്ടിച്ചത്. ഞാൻ ഓർത്തു അമ്മ അന്ന് വെറുതെ നുണ പറഞ്ഞതായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നോ? അല്ല, അമ്മ ഒരു 1.5 ലക്ഷം രൂപയെ പലിശ അടയ്ക്കാൻ കൊണ്ടുപോയായിരുന്നു, അത് മോഷണം പോയിന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിശ്വസിച്ചില്ല. എടാ, ഏതായാലും അത് ശരത്താണ് മോഷ്ടിച്ചത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏതായാലും നിന്റെ ഭാര്യയുടെ ആങ്ങളയോടൊന്ന് സൂക്ഷിച്ചോളാൻ പറ, അവൻ എന്തൊക്കെയോ ചെറിയ കൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അവൻ പോകുന്ന റൂട്ട് അത്രയ്ക്ക് ശരിയൊന്നുമല്ല, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ആകെപ്പാടെ കൺഫ്യൂഷനിലായി നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ഇത് നേരെ വഴി നമ്മുടെ ലക്ഷ്മിയോടും ദേവുവിനോടും പറയാൻ വീട്ടിലേക്ക് പോവാണ്, വിട്ടടിച്ച് പോവാ. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ അവിടുത്തെ ആ സംഭവം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു കേട്ടോ. അത് എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. ചിലപ്പം അത് നമ്മുടെ ശരത്തിന് ദോഷം ചെയ്താലോ എന്ന് ഓർത്ത് പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ സച്ചിയുടെ കൂട്ടാരൻ അപ്പം ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. സച്ചി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, ലക്ഷ്മിയുടെയും ദേവുവിൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ലക്ഷ്മിയുടെയും ദേവുവിൻ്റെ അടുത്തേക്ക് വേഗം ചെന്ന് പരവേശമെടുത്ത് ചെന്ന് കയറുക. അപ്പം ലക്ഷ്മി സച്ചിനെ കണ്ടത്, അയ്യോ മോനെ സച്ചിൻ, ഈ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ, രേവതി എന്തെന്ന് ചോദിച്ചപ്പം അത് പിന്നെ രേവതി വീട്ടിലുണ്ട്, ഞാൻ വന്നത്. എന്താ മോൻ വന്നത്? ഏതായാലും മോൻ വന്നത് നന്നായിട്ടോ. ഫോട്ടോ എങ്ങാണ്ട് ഫ്രെയിം ചെയ്യാൻ കൊടുത്തെന്നൊക്കെ രേവതി പറഞ്ഞു. എന്നോടെല്ലാം പറയുന്നുണ്ട് അവള്. അതുപോലെ തന്നെ അച്ഛന് വയ്യെന്നും പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് ഇനിയിപ്പം ചന്ദ്ര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാന്ന് പറഞ്ഞപ്പോ, അതൊന്നും സാരമില്ല, പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊക്കെ മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛന്. അല്ല, ശരത്തിനെ കണ്ടില്ലല്ലോ, ശരത്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം, ശരത്ത് അവന് കോളേജിൽ പോയി, അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവൻ കോളേജിൽ പോയിന്ന് നമ്മുടെ ദേവും പറഞ്ഞു. ആണോ, സ്പെഷ്യൽ ക്ലാസ്സോ? സ്പെഷ്യൽ ക്ലാസ്. അവനിപ്പോ ഏതായാലും നന്നായിട്ട് പഠിക്കാനൊക്കെ തീരുമാനിച്ചു സച്ചേട്ടാ. അവന് ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, അവനിപ്പം എന്തോ ഒരു പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് അമ്മയോട് ജോലിക്ക് പോണ്ട, ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുമുണ്ട്. ഇപ്പൊ നന്നായിട്ട് അവൻ കുടുംബം നോക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയും പറഞ്ഞു, അതേ മോനെ, അതാ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ മോന് പഴയ പോലെയല്ല ഇപ്പം. എൻ്റെ മോൻ ഒരുപാട് മാറി. അവനിപ്പോൾ ഈ വീട്ടിലെ സാഹചര്യങ്ങൾ അറിഞ്ഞ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ പഠിക്കുന്നുണ്ട്, അവനുള്ള കാശ് അവൻ തന്നെ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ഈ കുടുംബം നോക്കുന്നുണ്ട്. എല്ലാം എന്തോ എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം. എൻ്റെ ഭർത്താവ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ല എൻ്റെ ഭർത്താവിന്. അത് അവൻ കാരണമാണെന്ന് അവന് തന്നെ ഒരു മനസ്സിനൊരിതുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം.
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും നല്ല കാര്യമാണ്. എൻ്റെ മോന് നല്ല നിലയിലെത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവനേതായാലും ഇപ്പം നന്നായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവന് ഈ കുടുംബം നോക്കുവാനും ഈ കുടുംബത്തിൻ്റെ ചെലവുകളെല്ലാം വഹിക്കുവാനും ഒക്കെ അവൻ തയ്യാറായിട്ട് അവൻ എല്ലാ കാര്യവും നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. സത്യത്തിൽ ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്കും ആകെപ്പാടെ അന്താളിച്ചു പോയിട്ടോ. ഇനിയിപ്പോൾ ശരത്തിനെ കുറിച്ച് ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സങ്കടപ്പെടുത്തേണ്ടി വരും. അപ്പം പെട്ടെന്ന് നമ്മുടെ ദേവി ചോദിച്ചാൽ, അല്ല എന്തിനാ ശരത്തിനെ തിരക്കിയത് എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ തിരക്കിയതായെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തിനെ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പക്ഷെ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പം മഹേഷ് ഇങ്ങനെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരനും കൂടെ വരും. അപ്പൊ പലിശ പൈസ മഹേഷ് കൊടുക്കാനുണ്ടല്ലോ, അപ്പൊ അത് പിടിക്കാൻ വേണ്ടിയാട്ടോ വരുന്നത്. ഈ സമയത്ത് എന്താ, നമ്മുടെ മഹേഷിന്റെ കയ്യിൽ പലിശ പൈസ ഇല്ല. അതിനു പകരം വണ്ടി പിടിച്ചോണ്ട് പോകാൻ തുടങ്ങുകയാണ്. വണ്ടി പിടിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു, അയ്യോ വണ്ടി പിടിച്ചോണ്ട് പോകരുത് പ്ലീസ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഓടാൻ പറ്റത്തുള്ളൂ, ഞാൻ ഓടിയാലല്ലേ നിങ്ങൾക്ക് പലിശ പൈസ തരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പ്ലീസ് വണ്ടി പിടിച്ചോണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്തിന്റെ കൂടെ നിന്ന് അയാൾ പിന്നെ തന്റെ വണ്ടി കൊണ്ടുപോകാതെ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ, തന്റെ പെണ്ണുപിള്ളേനെ കൊണ്ടുപോകാന്ന്. ഒരു ഭർത്താവും അത് കേട്ട് നിൽക്കത്തില്ലല്ലോ. മഹേഷ് ഒരു ഒറ്റ ഒരെണ്ണം പൊട്ടിച്ചു. മഹേഷ് അടിച്ചത് എന്ത് ചെയ്തു, നമ്മുടെ ശരത്തിങ് വന്നില്ലേ, ശരത്തിങ് വന്ന് മഹേഷിന് ആറഞ്ചം പൂറഞ്ചം അങ്ങ് കൊടുക്കാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലേ. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചു വരുന്നത്. സച്ചു വന്ന് മഹേഷിനെ പിടിച്ചു മാറ്റി. അപ്പോഴത്തേക്കും മറ്റേ നമ്മുടെ ശരത്തിന്റെ കൂടെ വന്ന അയാളുണ്ടല്ലോ, അയാൾക്കിട്ട് കൊടുക്കാൻ തുടങ്ങി. ശരത്തിനിട്ട് കൊടുത്തില്ല, അയാൾക്കിട്ട് നമ്മുടെ സച്ചു കുറെ കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ശരത്തിന് സഹിക്കുമോ? ശരത്ത് ഓടി കൊണ്ട് സച്ചോട് പറഞ്ഞു, ഇനി തൊട്ടു പോകരുത്, എന്തിനാ എൻ്റെ കൂട്ടുകാരനെ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓഹോ ഇത് നിന്റെ കൂട്ടുകാരനാണോ, എങ്കിൽ പിന്നെ രണ്ടെണ്ണം കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോഴത്തേക്കും വന്ന് ശരത്ത് കൈ കയറി പിടിച്ചിട്ട് തൊടരുതെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. ശരത്തിന് എന്ത് ചെയ്തു, കൈ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഓടിച്ച് നമ്മുടെ സച്ചി നന്നായിട്ട് തിരിച്ചങ്ങോട്ട് പിടിച്ചിട്ട്, ദേ മര്യാദയ്ക്കിരുന്നോണം, ഞാനേ ആളിയനാണെന്നൊന്നും ഓർക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും കാട്ടിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനിയിപ്പം അങ്ങോട്ടേക്ക് സീനൊക്കെ ഭയങ്കര വിഷയമുള്ള സീനുകളൊക്കെയാണ്. കാരണം നമ്മുടെ രേവതി ഈ സത്യങ്ങളൊക്കെ അറിയും. സച്ചി രേവതിയോട് പറയാതിരിക്കുവല്ലോ. അത് മാത്രമല്ല നമ്മുടെ ശരത്തിന് ഇത് കുറച്ച് സീരിയസ് ആകും, കൈ ഇങ്ങനെ തിരിക്കുന്നത്. ശരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. അപ്പം ബൈക്കിൽ നിന്ന് വീണെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ സച്ചി നമ്മുടെ ശരത്തിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലത്തുമില്ല. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് നമ്മുടെ രേവതിക്ക് അറിയാം. അപ്പൊ രേവതി സച്ചിനെ ചോദ്യം ചെയ്യുക, എൻ്റെ ആങ്ങളെ കിടന്നിട്ട് എന്താ വരാത്തത് എന്നിങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സച്ചി സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഞെട്ടിത്തരിച്ച് നിൽക്കാനല്ലാതെ നമ്മുടെ രേവതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇനിയെങ്കിലും നമ്മുടെ ശരത്തൊന്നും നന്നായാൽ മതിയായിരുന്നു. അപ്പം ഏകദേശം ഈ ഒരു സീനൊക്കെ നാളെ എത്തുമോന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത്രയും വരെ എത്തി. ഇനിയിപ്പോൾ നാളെ ഇത് എത്തുമോ, ഇതിൻ്റെ എവിടം വരെ എത്തും എന്നറിയില്ല. ഏതായാലും ഇതുവരെ എത്താൻ ചാൻസ് കുറവാണ്. കഴിഞ്ഞു പോകത്തില്ല, ഇതുവരെ എത്താനാ ചാൻസ് കുറവ്. ഇതുവരെ എത്താതിരിക്കാനാ ചാൻസ് കുറവ്. ചിലപ്പോൾ ഇതിനൊക്കെ മുൻഭാഗമൊക്കെ കാണിച്ച ആയിരിക്കും നാളത്തെ വിശേഷം തീരുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ ഇന്ന് ഫുൾ വിശേഷം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. അറിയാമല്ലോ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എപ്പോഴും വന്നാലും ഈ ഹെൽത്തിൻ്റെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓർക്കും, എങ്ങനെയാണ് പറയാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ അത് ഈ ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ക്ഷീണം കൂടുമല്ലോ. അലാറം വെച്ചു, അലാറം കേട്ടതുപോലും ഞാൻ അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയില്ലേ, അത് ഇടാറായ ഒരു സമയത്താണ് സത്യത്തിൽ ഞാൻ പെട്ടെന്ന് എണീക്കുന്നത്. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥ കറക്റ്റ് സമയത്ത് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ആ ഒരു കഥ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ കഥ ഞാൻ ഇടാൻ പോയില്ല. ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് തലേ ദിവസം ചെയ്യുന്ന ആ ഒരു കഥ കിടപ്പുണ്ടല്ലോ, നെക്സ്റ്റ് അതായത് അടുത്ത ദിവസത്തെ കഥ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലത്തെ, അത് ഇന്നലെ ചെയ്ത് വെച്ചത് കൊണ്ട് ജസ്റ്റ് ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം കഥയൊക്കെ അറിയാമല്ലോ എവിടെ വരെ. അപ്പോൾ അതാട്ടോ ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ നാളെ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കഥയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി, ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.